പിന്തുണ തേടുന്നതിനെ കുറിച്ചൊരു വലിയൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. CPM SDP-യുടെ പിന്തുണ വാങ്ങുന്നു ആരോപണം കോൺഗ്രസ് മഞ്ചേശ്വരത്ത്. അല്ല, EP ജയരാജൻ പറഞ്ഞല്ലോ SDP-യുടെ പിന്തുണ ഇടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ആര് വേണമെങ്കിലും പിന്തുണച്ചോണ്ട്. സംഭവം വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുക്കുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ. PDP പിന്തുണ കൊടുത്തല്ലോ LDF-ന്. PDP ഭയങ്കര മതേതര പാർട്ടിയാണോ? മതേതര പാർട്ടിയാണോ PDP? വെൽഫെയർ പാർട്ടി 4 പതിറ്റാണ്ട് കാലം LDF-ന് പിന്തുണ കൊടുത്ത ജമാഅത്ത് ഇസ്ലാമി അവരെ കൂടെ ആയിരുന്നു. അപ്പൊ അവര് മതേതരവാദികളായിരുന്നു. ഞങ്ങൾക്ക് അവർ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി UDF-ന് ഒരു പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികളായി. ഇപ്പൊ PDP മതേതരവാദികളാണ്, SDPI മതേതരവാദികളാണ് CPM-ന്, അല്ലേ? ഇതിനല്ലേ അവസരവാദം എന്ന് പറയണത്? അവസരവാദമല്ലേ ഇത്? അവസരവാദമല്ലേ? അല്ല, നിങ്ങൾക്ക് അറിയില്ലേ, തെരഞ്ഞെടുപ്പ് കാലത്ത് അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളിത് നിരസിച്ച് പത്രപ്രസ്താവന കൊടുത്ത മുന്നണിയല്ലേ? നിങ്ങളതൊന്നും പറയില്ല, നിങ്ങൾക്ക് അതിനൊന്നുള്ള താല്പര്യമില്ല. നിങ്ങൾക്ക് UDF-ന്റെ പുറകെ മൈക്രോസ്കോപ്പിക്കൽ. നിങ്ങൾ ആരെങ്കിലും ഈ PDP പിന്തുണ കൊടുത്ത ഒരു വിവാദമാക്കിയ? ഒരാളും ആക്കിയില്ല. നിങ്ങൾ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് നിങ്ങൾ വിവാദമാക്കി. നിങ്ങൾ പലരും, എല്ലാവരെയല്ല പറയണം. PDP LDF-ന് പിന്തുണ കൊടുത്തത് നിങ്ങളാരും വിവാദമാക്കിയില്ല. അതൊക്കെ സൗകര്യത്തിന്, CPM-ന്റെ സൗകര്യത്തിന് വേണ്ടിയുള്ള കുറെ ചാനലുണ്ട്, മനസ്സിലായില്ലേ? നുണ പറയുന്ന കുറെ ചാനലുകളുണ്ട്, കുറെ ഇഷ്ടം പോലെ നുണ ബോംബ് പൊട്ടി. അത് വെച്ചാൽ മതി. നേരത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം നേരത്തെ പിന്തുണ തേടിയ കാലൊക്കെയുണ്ട് എന്ന് അല്ല, ഇപ്പോഴല്ലേ അവര് വിവാദത്തിൽപ്പെട്ടത്? അത് അവര് ഒരു പാർട്ടിയായി ഇവിടെ നിൽക്കുന്ന കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ വേദി പങ്കിട്ടിട്ടില്ല, ഇല്ലേ? വേദി പങ്കിട്ടില്ല. അല്ല, അന്നൊന്നും അങ്ങനത്തെ വിഷയങ്ങളില്ലല്ലോ ഇവിടെ കേരളത്തിൽ. അന്നൊന്നും അങ്ങനത്തെ വിഷയങ്ങളില്ലല്ലോ. മഞ്ചേശ്വരത്ത് SDP-I സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നല്ലോ നേരത്തെ. അവര് നിർത്തിയിരുന്നു. അത് ലീഗിന് വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല പിൻവലിച്ചത്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം, ഏതെങ്കിലും മുഖ്യമന്ത്രി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? SDP-I പിന്തുണ ഉണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. നിങ്ങൾ ആദ്യം മുഖ്യമന്ത്രിയെ കൊണ്ടൊരു മറുപടി പറയിപ്പിക്കും. മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ ആവല്ലേ എന്ന് പറയാം. ഞാനൊക്കെ എത്ര നേരമായി, 3/4 മണിക്കൂർ പര്യടനം കഴിഞ്ഞു വന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടാ പോകുന്നത്. എപ്പോ വേണമെങ്കിലും മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് സമയത്ത്